ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. വിശുദ്ധ ജോൺ ഡമഷീൻ, ഡിസംബർ 4. പൗരത്യ സഭാപിതാക്കന്മാരിൽ അവസാനത്തെ ആളായിട്ടാണ് വിശുദ്ധ ജോൺ ഡമഷീനെ കണക്കാക്കുന്നത്. ഇസ്ലാം പറഞ്ഞ മതത്തിൻ്റെ അപകടം, അതായത് അതൊരു ശരിയായ മതമല്ലെന്നും ഒരു രാഷ്ട്രീയ സിദ്ധാന്തമാണെന്നും ആദ്യം തിരിച്ചറിഞ്ഞ ആളുകളിൽ ഒരാളാണ് വിശുദ്ധ ജോൺ ഡമഷീൻ. ഇതേക്കുറിച്ച് ഞാൻ കഴിഞ്ഞ കൊല്ലം ഇതേ ദിവസത്തെ വീഡിയോ നിങ്ങൾ നോക്കിയാൽ എൻ്റെ ഈ ചാനലിൽ കഴിഞ്ഞ വർഷം ഡിസംബർ 4 വീഡിയോ നോക്കിയാൽ അതേക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സിറിയയിലെ ഡമാസ്കസിലാണ് ഈ ജോൺ ജനിച്ചത്. അതാണ് ജോൺ ഡമഷീൻ. ഡമഷീൻ എന്ന് പറയുന്നത് ഡമാസ്കസ് ജനിച്ചവൻ എന്ന അർത്ഥത്തിലാണ്. അറേബ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു അന്ന് ഈ ഡമാസ്കസ്. അപ്പൻ സിറിയയിലെ ഖലീഫിൻ്റെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആളാണ്. അതായത് ഭരണാധികാരികളുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്. അതേസമയം ജോണിൻ്റെ പിതാവ് വളരെ വിശ്വാസതീക്ഷ്ണതയുള്ള ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ഈ ഖലീഫിൻ്റെ മന്ത്രിസഭയിലാണ് ഉപദേശമെങ്കിലും ക്രിസ്ത്യാനിയായിരുന്നു. അന്ന് സാമ്പത്തിക ശേഷിയുള്ള അറബി വ്യവസായികൾ ധാരാളം ക്രിസ്ത്യാനികളെ അടിമകളാക്കി വിറ്റ് പണം സമ്പാദിച്ചിരുന്നു. ഇങ്ങനെ അടിമകളാക്കപ്പെട്ട ക്രിസ്ത്യാനികളെ പണം കൊടുത്ത് രക്ഷിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഈ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ജോണിൻ്റെ അപ്പൻ. തൻ്റെ സ്വാധീനവും പണമൊക്കെ അദ്ദേഹം ഈ ജോണിൻ്റെ അപ്പൻ ഇക്കാര്യത്തിന് ചെലവഴിച്ചിരുന്നു. ക്രിസ്തുവർഷം 699 കോസ്മാസ് എന്ന സിസിലിയക്കാരനെയും ഈ ജോണിൻ്റെ അപ്പൻ രക്ഷപ്പെടുത്തി. ഭക്തനും പണ്ഡിതനുമായ കോസ്മാസിനെയാണ് ആ പിതാവ് തൻ്റെ മകൻ ജോണിൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ഏൽപ്പിച്ചത്. അതായത് ജോൺ ഡമഷീൻ്റെ അപ്പൻ ഈ കോസ്മാസ് എന്നൊരു സിസിലിയക്കാരനെ രക്ഷപ്പെടുത്തിയല്ലോ. ആ സിസിലിയക്കാരനെ അദ്ദേഹം ഭാഷാ പണ്ഡിതനും ഭക്തനൊക്കെ ആയിരുന്നു. അദ്ദേഹത്തെയാണ് ഈ ജോണിന് വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് ഏൽപ്പിച്ചത്. ജോൺ സമർത്ഥനായ നൈപുണ്യമുള്ള ഒരു യുവാവായിരുന്നു. അതിനാൽ അപ്പൻ്റെ മരണശേഷം ഡമാസ്കസ് നഗരത്തിൻ്റെ മുഖ്യ കൗൺസിലറായി ജോൺ ഡമഷീൻ നിയമിക്കപ്പെട്ടു. എന്നാൽ ഖലീഫ അബ്ദുൽ മലേക്കിൻ്റെ ക്രിസ്തീയ വിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധിച്ച് ഈ മുഖ്യ കൗൺസിലർ സ്ഥാനം ജോൺ ഡമഷീൻ രാജിവെച്ചു. ആ ജോലി തന്നെ രാജിവെച്ചു. 726 ബൈസന്റൈൻ ചക്രവർത്തി ലയോ മൂന്നാമൻ വിശുദ്ധരുടെ ചിത്രങ്ങളെ ബഹുമാനിക്കുന്നതിനെതിരെ കൽപ്പന പുറപ്പെടുവിച്ചു. ഐക്കണോക്ലാസ് എന്ന് പറയും. അതായത് വിശുദ്ധരുടെ രൂപങ്ങളും ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പുറപ്പെടുവിച്ചു കൽപ്പന ബൈസന്റൈൻ ചക്രവർത്തി. ജോൺ ആ കൽപ്പനയെ നിരാകരിച്ചുകൊണ്ട് വിശ്വാസികളുടെ പക്ഷം ചേർന്നു. ഈ തിരുസ്വരൂപങ്ങൾ പരസ്യമായി പ്രദർശിപ്പിക്കുന്നത് പോലും കുറ്റകരമാക്കിക്കൊണ്ട് ചക്രവർത്തി 2ാമത്തെ കൽപ്പന വന്നപ്പോൾ ഈ ജോൺ പറഞ്ഞു, മനുഷ്യാവതാരത്തെ നിഷേധിക്കുന്ന തുല്യമാകും ഈ തിരുസ്വരൂപങ്ങളും ഐക്കണുകളും നിഷേധിച്ചാൽ എന്ന നിലപാടെടുത്തു ജോൺ ഡമഷീൻ. 730 ജെറൂസലമിന് സമീപത്തുള്ള മാർസാബ എന്ന സ്ഥലത്ത് വെച്ച് കോസ്മാസും ജോണും സന്യാസം സ്വീകരിച്ചു. ജെറൂസലത്തിൻ്റെ പേട്രിയാർക്ക് യോഹന്നാൻ്റെ കാർമ്മികത്വത്തിൽ ജോൺ ഡമഷീൻ പൗരോഹിത്യം സ്വീകരിച്ചു. അതിനുശേഷം ആശ്രമത്തിൽ അധ്യാപനവും ജെറൂസലമിൽ വചനപ്രഘോഷണവുമായിട്ട് അദ്ദേഹം കഴിഞ്ഞു. വിശ്വാസവും ആധ്യാത്മിക തത്വങ്ങളും സംബന്ധിച്ച് പല ബിഷപ്പുമാർക്കും ഉപദേശങ്ങളുമൊക്കെ ജോൺ കൊടുത്തിരുന്നു. ജോൺ വളരെ പ്രസിദ്ധനായ വാഗ്മിയായിരുന്നു. പിന്നെ നല്ല എഴുത്തുകാരനായിരുന്നു. വളരെ പ്രശസ്തമായ പല ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചു. അതുപോലെ തന്നെ ധാരാളം പ്രാർത്ഥനാ ഗീതങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. വളരെയധികം പലതും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഈ സംഗീതത്തിൻ്റെ കാര്യത്തിൽ പാശ്ചാത്യ ലോകത്ത് വിശുദ്ധ ഗ്രെഗറിയാണ് പ്രസിദ്ധനായിരുന്നത്. പൗരത്യ ദേശത്ത് ജോൺ ഡമഷീനും പ്രസിദ്ധനായിരുന്നു. 1890 പോപ്പ് ലിയോ 13 ജോൺ ഡമഷീനെ സഭയുടെ വേദപാരംഗതനായി ഉയർത്തി. പൗരത്യ സഭകളിൽ നിന്നുള്ള അവസാനത്തെ വേദപാരംഗതനാണ് ജോൺ ഡമഷീൻ. പ്രാർത്ഥനാ ഗീതങ്ങൾ, പ്രബന്ധങ്ങൾ, ദൈവശാസ്ത്ര ട്രീറ്റിസുകൾ, അതാണ് പ്രബന്ധങ്ങൾ എന്ന് പറയണേ. പിന്നെ ധനകാര്യം വകുപ്പ് കൈകാര്യം ചെയ്യുക, പിന്നെ അബദ്ധ സിദ്ധാന്തങ്ങൾക്കെതിരെ നിലപാടെടുക്കുക. ഈ അദ്ദേഹം അബദ്ധ സിദ്ധാന്തങ്ങൾ തന്നെ തേടിപ്പിടിച്ചിട്ട് അവയ്ക്കെതിരെ ഇങ്ങനെ ഒരുപാട് അബദ്ധ സിദ്ധാന്തങ്ങൾക്കെതിരെ നിലപാടെടുത്ത് ആ അബദ്ധ സിദ്ധാന്തങ്ങൾ തേടിപ്പിടിച്ച് ഇതൊക്കെ അബദ്ധമാണ് എന്ന് പഠിപ്പിച്ച് വേദവിപരീതങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളാണ്. ഇതൊക്കെയാണ് സഭാപണ്ഡിതന്മാർ സഭാപിതാക്കന്മാരാകാനുള്ള മാർഗം. ഇപ്പോൾ നമുക്കിനി സഭാപിതാക്കന്മാരാകുമ്പോൾ കഴിയില്ല. പക്ഷേ അബദ്ധ സിദ്ധാന്തങ്ങൾ, വേദവിപരീതം എന്ന് പറഞ്ഞ അബദ്ധ സിദ്ധാന്തങ്ങളെ നമ്മൾ നഖശിഖാന്തം എതിർക്കേണ്ടത് അത്യാവശ്യമാണ്. അത് വെറുപ്പോ പകയോ ഒന്നുമല്ല.
സത്യവിശ്വാസം പ്രചരിപ്പിക്കുന്നത് വെറുപ്പും പകയല്ല. അങ്ങനെയാണ് ആൾക്കാർ വിചാരിക്കുന്നത്. ആരോടും പകയുള്ളത് കൊണ്ടല്ല വേദവിപരീതം പഠിപ്പിക്കുന്നത് തെറ്റാണെന്ന് നമ്മൾ പറയുന്നത്. അബദ്ധ സിദ്ധാന്തം പഠിപ്പിക്കുന്നത് അബദ്ധം തന്നെയാണെന്ന് പറയണ്ടേ? അത് വ്യക്തിവൈരാഗ്യം കൊണ്ടോ വെറുപ്പ് കൊണ്ടാണോ? കർത്താവിനോട് കൂറ് പുലർത്തുമ്പോൾ അബദ്ധ സിദ്ധാന്തങ്ങൾക്കെതിരെ, വേദവിപരീതത്തിനെതിരെ നാം നിലപാടെടുക്കേണ്ടതുണ്ട്. അങ്ങനെ എടുത്ത് വിശുദ്ധരാകാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.